BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം, സദേൺ മുനിസിപ്പാലിറ്റികൾ, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ്, സദേൺ ഗവർണറേറ്റ്, പോലീസ് ഡയറക്ടറേറ്റ് എന്നിവയുടെ സഹകരണത്തോടെ ട്രീ ഓഫ് ലൈഫിന് സമീപമുള്ള വാണിജ്യ മേഖലയിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രദേശത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആരോഗ്യ ആവശ്യകതകൾ നിറവേറ്റുന്നുവെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സദേൺ ഗവർണർ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഖലീഫയാണ് ഈ സംരംഭത്തെ പിന്തുണയ്ക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തത്. സന്ദർശകരുടെ ആരോഗ്യവും സുരക്ഷയും നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും നിലവിലുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ക്യാമ്പിംഗ് സീസണിലുടനീളം ആവശ്യമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആഴ്ചതോറും തുടരുന്നതിനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധത ജോയിന്റ് വർക്കിംഗ് ടീം വ്യക്തമാക്കി. പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബുദയ്യ കിങ്സ് ഡെന്റൽ സെന്ററുമായി ചേർന്ന് സൗജന്യ ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തേമാരി ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് മുഹമ്മദ് ഈറക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി അജ്മൽ കായംകുളം സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി സനോജ് ഭാസ്കർ ഉദ്ഘാടനവും നിർവഹിച്ചു. 80ഓളം അംഗങ്ങൾ പങ്കെടുത്ത ക്യാമ്പിന് ഡോക്ടർ ആഗ്ന നേതൃത്വം നൽകി. ഡോക്ടർ രേഷ്മ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ നൌഫൽ, ഡോക്ടർ മുഹമ്മദ് ജിയാദ്, ഡോക്ടർ നാസിയ എന്നിവരുടെ സേവനം ക്യാമ്പിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി. ക്യാമ്പിന്റെ നടത്തിപ്പിനായി സഹകരിച്ച കിങ്സ് ഡെന്റൽ സെന്ററിന് പത്തേമാരിയുടെ സ്നേഹാദരവായി മെമന്റോ പ്രസിഡന്റ് മുഹമ്മദ് ഈറക്കൽ സൂപ്പർവൈസർ ഇബ്രാഹിമിന് കൈമാറി. ട്രഷറർ ഷാഹിദ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്തോഷ് കുമാർ, ദിവിൻ കുമാർ, വിപിൻ കുമാർ, ലിബീഷ്, ലൗലി, ശോഭന, റജില, മേരി, അസോസിയേഷൻ അംഗം അശ്വതി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന വിശുദ്ധ വാതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ തുറന്നതോടെ ലോകം മുഴുവൻ ജൂബിലി വത്സരത്തിന്റെ ആചരണത്തിന് തിരി തെളിഞ്ഞു. ബഹ്റൈൻ സമയം രാത്രി 9 മണിക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വാതിൽ തുറന്നത്. തുടർന്ന് പിറവി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് വികാരി പത്രോസിന്റെ മഹാദൈവാലയം സാക്ഷ്യം വഹിച്ചു. പതിവുകൾക്ക് വിപരീതമായി ഇറ്റലിയിലെ ഒരു ജയിലിനുള്ളിൽ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ വാതിൽ പ്രഖ്യാപിക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ഇതിനോടകം വലിയ ചർച്ചയായി. മാർപ്പാപ്പയുടെ തീരുമാനം വിവാദമാക്കേണ്ടതല്ലെന്നും ലോകം മുഴുവൻ ഏറ്റവും അവഗണിക്കപ്പെടുന്നവരോടും താതാത്മ്യപ്പെടുന്ന ക്രിസ്തുവിന്റെ മുഖമാണ് ഇതിലൂടെ വെളിവാക്കുന്നതെന്നും വത്തിക്കാൻ ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിൽ അതീവ സന്തോഷമുണ്ടെന്ന് CBSE അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. വിവിധയിടങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴുള്ള വേദന പ്രധാനമന്ത്രി അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. CBSEയെ ക്ഷണിച്ചത് BJPയുടെ പ്രതിനിധിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ CBSE ആസ്ഥാനം നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രനിൽ ബഹിരാകാശ സഞ്ചാരി ഇറക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുക്കുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളുടെ വർഷം കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ബഹിരാകാശ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അടുത്ത 25 വർഷത്തേക്കുള്ള പദ്ധതിയും ദർശനവും ഒരു ബഹിരാകാശ ഏജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ISRO ചെയർമാൻ പറഞ്ഞു. സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035ഓടെ സ്ഥാപിക്കുക. ബഹിരാകാശ നിലയത്തിന്റെ മൊഡ്യൂൾ വിക്ഷേപണം 2028 2035ഓടെ നിലയത്തിന്റെ പൂർണ്ണമായ പ്രവർത്തന വിന്യാസത്തിന് കളമൊരുക്കുക. 2040ഓടെ ചന്ദ്രനിൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ കാൽവെപ്പ് എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ റോഡ് മാപ്പ്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷം ഇന്ത്യ ആഘോഷിക്കുമ്പോൾ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിർണായക മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. ഓൾ പാസ് സമ്പ്രദായത്തിനാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇതിനായി നോ ഡിറ്റൻഷൻ നയത്തിൽ സർക്കാർ മാറ്റം വരുത്തി. ഇത് പ്രകാരം 5-8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ഓൾ പാസിന് കീഴിൽ വരില്ല. അതിനാൽ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെടുന്ന കുട്ടികൾക്ക് 2 മാസത്തിനകം വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കും. ഇതിലും പരാജയപ്പെട്ടാൽ വാർഷിക പരീക്ഷയിൽ തോറ്റതായി തന്നെ വിലയിരുത്തും. അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയില്ല. എന്നാൽ ഈ ഭേദഗതിക്കെതിരെ കേരളം രംഗത്തെത്തി. കേന്ദ്ര ഭേദഗതിക്കെതിരെ കേരള വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. കുട്ടികളെ പരീക്ഷയിൽ തോൽപ്പിക്കുക എന്നത് കേരള സർക്കാരിന്റെ നയമല്ല. കുട്ടികളുടെ പക്ഷത്തു നിന്ന് മാത്രം കേരളം പരിഗണിക്കുകയുള്ളൂ. 5ലെയും 8ലെയും പൊതുപരീക്ഷ നടത്തി കുട്ടികളെ പരാജയപ്പെടുത്തുക എന്നത് സർക്കാർ നയമല്ല. ഓരോ കുട്ടിയും നേടേണ്ട ശേഷികൾ നേടുന്നുണ്ട് എന്ന് മാത്രമാണ് സംസ്ഥാനം ഉറപ്പുവരുത്തുന്നത്. എല്ലാ വിഭാഗം കുട്ടികളെയും ചേർത്ത് നിർത്തുന്ന നയമാണ് കേരള സർക്കാരിൻ്റേത്. അരിച്ചു കളയുന്ന രീതിക്കെതിരെ എന്നും കേരളം മുന്നിലുണ്ടാകുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു.
പ്രവാസി ലീഗൽ സെല്ലും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യൻ പ്രവാസികളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനായി പ്രവാസി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഡിസംബർ 23 തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ PLC ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, IMD ചെയർമാൻ പ്രൊഫസർ ഇരുദയ രാജൻ എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PLC കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി R. മുരളീധരൻ സ്വാഗതം ആശംസിച്ചു. കേരളത്തിലും ആഗോളതലത്തിലും പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികളുടെ ആഴത്തിലുള്ള വിശകലനം പ്രൊഫസർ ഇരുദയ രാജൻ പങ്കുവച്ചു. നന്ദഗോപാൽ, സ്റ്റെയിൻസ്, റഷീദ് കോട്ടൂർ തുടങ്ങിയവരും പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്തും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സാമൂഹിക ഐക്യവും സൗഹാർദ്ദവും സമൂഹവും കെട്ടിപ്പടുക്കാൻ ക്രിസ്തുമസ് പ്രചോദനമാവട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഗവർണർ കേരളീയർക്ക് ക്രിസ്തുമസ് ആശംസകൾ അറിയിച്ചത്. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കെ പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കാൻ കോൺഗ്രസ്. ഇന്ന് കർണാടകയിലെ ബെലഗാവിയിൽ ചേരുന്ന പ്രവർത്തക സമിതികൾ നിർണായക ചർച്ചകൾ നടക്കും. മഹാരാഷ്ട്ര, ഹരിയാന തോൽവികൾ പഠിക്കാൻ കമ്മീഷനെ വൈകാതെ നിയോഗിച്ചേക്കും. അംബേദ്കർ വിവാദത്തിലെ തുടർ നടപടികൾ യോഗം തീരുമാനിക്കുമെന്നാണ് വിവരം. ഗാന്ധിജി പങ്കെടുത്ത ബെലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷിക സ്മരണ പുതുക്കിയാവും ബെലഗാവിയിൽ പ്രവർത്തക സമിതി ചേരുക. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡലപൂജാ ദിവസമായ വ്യാഴാഴ്ച രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14 മകരവിളക്ക്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്നവർക്കായി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വിളക്ക് കൊളുത്തി സദ്യയ്ക്ക് തുടക്കം കുറിച്ചു. നക്ഷത്ര സമാനമായ വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച അതിമഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ഇനി ഓർമ്മ. തലമുറകളുടെ വാത്സല്യങ്ങൾക്കും ആദരവുകൾക്കും നടുവിൽ പതിറ്റാണ്ടുകളായി മലയാള സാഹിത്യ ലോകത്തെ സുഹൃതമായി പരിലസിച്ച ആ അതുല്യ പ്രതിഭ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മധുരിമുറുന്ന ഭാഷയിൽ തലമുറകളെ മലയാളത്തോട് അങ്ങേയറ്റം ഹൃദ്യമായി വിളക്കിച്ചേർത്ത അദ്ദേഹത്തിന്റെ അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. 91 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. സാഹിത്യരംഗത്ത് ഇന്ത്യയിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 MTക്ക് ലഭിച്ചിരുന്നു. 2005 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മാതൃഭൂമി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും അദ്ദേഹത്തിന് D.Litt ബിരുദം നൽകി ആദരിച്ചു. അദ്ദേഹം തിരക്കഥ എഴുതിയ ആദ്യമായി സംവിധാനം ചെയ്ത നിർമ്മാല്യം 1973 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടി. ഇതിനു പുറമെ 30ലേറെ ദേശീയ സംസ്ഥാന അവാർഡുകളും ലഭിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.